ജാനുവിൻ്റെ ആത്മകഥ അടിമമക്ക എന്ന് പറയുന്ന ഒരു കമ്പൈലേഷൻ പുസ്തകം ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് ആകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദിവാസി വിഭാഗങ്ങളുടെ ഏറ്റവും ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ അതിൽ തന്നെ വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുറേയധികം കമ്മ്യൂണിറ്റികളുണ്ട്. പണിയ, അടിയ, കാട്ടുനായ്ക്ക, വേട്ടക്കുറുമ തുടങ്ങിയ അവരാണ് യഥാർത്ഥ ആദിവാസികൾ. അതിൽ ഏറ്റവും ഒരു അടിമത്തം പോലുള്ള ഒരു സാമൂഹ്യാവസ്ഥക്ക് വിധേയമാക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളൊരു പ്രതിനിധി എന്നുള്ള നിലയിൽ ആണതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമതായി ആ വിഭാഗത്തിൽ തന്നെയുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു വലിയൊരു എക്സ്പ്രഷൻ കൂടിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ആത്മകഥയുടെ വളരെ ബൃഹത്തായ 1, 2, 3 വോള്യത്തിലൊക്കെ പരന്നു കിടക്കേണ്ട ഒരു രചനയാണത് ഒരു ഇത്രത്തോളം പേജിൽ മാത്രമായി ചുരുങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരു സ്ത്രീപക്ഷത്തു നിന്നാണത് പറയപ്പെടുന്നത്. ആ സ്ത്രീപക്ഷത്തു നിന്നാണ് എന്നുള്ള നിലയിൽ ജാനുവായിട്ടത് വിശദീകരിക്കുന്നില്ല എങ്കിലും അതിനങ്ങനെയും കൂടി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ജാനുവിൻ്റെ മുൻ അനുഭവങ്ങളിൽ പലപ്പോഴും ജാനുവിൻ്റെ ആത്മകഥയൊക്കെ ആയിട്ട് പ്രചരിപ്പിക്കപ്പെട്ടത് പലരും കേട്ടെഴുതിയ ചില സംഭവങ്ങളൊക്കെയാണ്. ഞാനതൊരു മോശം ഘട്ടമാണെന്നൊന്നും പറയുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജാനുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ജാനുവിൻ്റെ ആത്മകഥയായി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സുഹൃത്താണ് ഭാസ്കരൻ, വീക്കിലുണ്ടായിരുന്ന ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. അത് യാദൃശ്യമായിട്ട് സംഭവിച്ച ഒരെണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നു. ജാനു അതിനത്ര വലിയ പ്രിപ്പയർഡ് ആയിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഇൻ്റർവ്യൂ തയ്യാറാക്കിയിരിക്കുന്ന ഒരു രീതി വളരെ നല്ല റീഡബിൾ ആയതുകൊണ്ട് അത് പിന്നീട് ഒരു പുസ്തകമായി മാറുകയും അതാണ് ജാനുവിൻ്റെ ആത്മകഥയായി പലപ്പോഴും പ്രചരിപ്പിക്കപ്പെട്ടത്. അതൊരു 8-10 ഭാഷകളിൽ, ഇന്ത്യയിലുള്ള പല റീജിയണൽ ലാംഗ്വേജസിൽ തന്നെ ഒരു 8-10 ഭാഷകളിൽ പ്രിൻ്റ് ചെയ്തിറക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തതാണ്. അത് ആ പുസ്തകമാണ് പലപ്പോഴും ജാനുവിൻ്റെ ആത്മകഥ എന്നുള്ള റെഫറൻസ് ഗ്രന്ഥമായിട്ടോ പഠിതാക്കളൊക്കെ തന്നെ ഉപയോഗിച്ച് വന്നിരുന്നത്. അതൊരു ഘട്ടമാണ്. എന്തായാലും ഈ നമ്മളെപ്പോലുള്ള ഇത്തരം വിഭാഗങ്ങൾ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളിൽ നിന്ന് ലിഖിതമായ ചരിത്രമൊന്നും തന്നെ അധികം ഇല്ല എന്നുള്ളത് അറിയാമല്ലോ. വളരെ അപൂർവം പേരുടെ അങ്ങനെ വന്നിട്ടുള്ളൂ. കഥകളുടെ രൂപത്തിലൊക്കെ തുടങ്ങിയിട്ട് കവിതകളുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ആത്മകഥ പോലുള്ള ഒന്ന് അങ്ങനെ ഒരു ധാര വന്നു തുടങ്ങിയിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആണ് അതിൻ്റെ ഒരു കൊച്ചേട്ടൻ്റെയൊക്കെ തന്നെ വന്ന് നമുക്കറിയാം. പക്ഷേ അത് വേറൊരു തലത്തിൽ നിന്ന് വരുന്നതാണ്. ജാനുവിൻ്റെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉള്ള ഒരു സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി ഇവിടെ ഒരു സംഭവം എന്നുള്ള നിലയിൽ അത് ലിഖിതമായി പുറത്തു വരിക എന്നുള്ളത് വലിയൊരു ഹിസ്റ്റോറിക്കൽ സംഭവമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ അതൊരു ആന്ത്രപ്പോളജിക്കൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഒരു വംശീയ ചരിത്രത്തിൻ്റെ ഒരു അനാവരണമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒന്നാമത്തെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ജാനുവിൻ്റെ കുട്ടിക്കാലത്തുള്ള ഓർമ്മകളിലൂടെയൊക്കെയാണത് പറയുന്നത് എങ്കിലും അത് വളരെ യാഥാർത്ഥ്യബോധമുള്ള ഒരു നിരീക്ഷണം അതിനകത്ത് എല്ലാ ഘട്ടത്തിലും ഉണ്ടത്. കമ്മ്യൂണിറ്റിയുടെ ചരിത്രം, അതിൻ്റെ സാമൂഹിക ഘടനയെക്കുറിച്ചുള്ളത്, സാമൂഹികം എന്ന് പറഞ്ഞാൽ സോഷ്യോ ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള അതിൻ്റെ ഘടനയെക്കുറിച്ചുള്ളത്, അതിൻ്റെ ഇല്ലവും അതിൻ്റെ കരിയും ഒക്കെ ബന്ധപ്പെട്ട ഈ രീതികളെക്കുറിച്ച്, കുട്ടികളുടെ ആർത്തവാഘോഷങ്ങളെക്കുറിച്ചുള്ളത്, കൃഷിയെക്കുറിച്ചുള്ളത്, അത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ പുറം ലോകത്തിന് അറിയപ്പെടാത്തതോ അങ്ങനെ രേഖപ്പെടുത്താത്ത ഒരു ഒന്നായി അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തത്. ഒരു പക്ഷേ അതിനായിട്ട് ബന്ധപ്പെട്ട അധ്യായങ്ങൾ പലയിടത്തും ചെതറിയാണ് കിടക്കുന്നത് എന്നുള്ള അതൊരു പോരായ്മയാണെന്ന് ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതൊരു അധ്യായം അങ്ങനെ ഒരു അനാലിസിസ് ഉള്ള ഒന്ന് ഏറ്റവും അവസാനമാണുള്ളത്. ബാക്കി തുടക്കത്തിൽ തന്നെ ജാനുവിൻ്റെ കുട്ടിക്കാലത്തുള്ള ഓർമ്മകളിലൂടെ അത് പറയുമ്പോഴും പല ഘട്ടങ്ങളിലൂടെ ആദ്യ അധ്യായങ്ങളൊക്കെ അതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതെന്ന് വേണേൽ പറയാം. എങ്കിലും പുസ്തകത്തിൻ്റെ 1/3 ഭാഗം വേണമെങ്കിൽ അങ്ങനെ ഒരു സോഷ്യോ ആന്ത്രപ്പോളജിക്കൽ ഔട്ട്ലുക്കോടുകൂടി ഉള്ള ഒരു റിവ്യൂ ആയി മാറുന്നു എന്നുള്ളത് ഉണ്ട്. എന്ന് മാത്രമല്ല, അതാണ് പുസ്തകത്തിൻ്റെയും ശക്തി. ജാനുവിൻ്റെ പിൽക്കാല ഒരു സോഷ്യൽ ഇൻ്റർവെൻഷൻ്റെ എല്ലാം തന്നെ ഒരു ബേസിക് പവർ അവിടെ നിന്നാണ് വരുന്നത് എന്നാണ്
തോന്നുന്നത്. ജാനുവിൻ്റെ ഒരു സഹയാത്രികനായി കുറേ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ആളെന്നുള്ള നിലയിൽ വ്യക്തിപരമായ ജാനുവിൻ്റെ കുറിച്ചുള്ള നിരീക്ഷണവും എൻ്റെ അത് തന്നെയാണ്. അതിൻ്റെ ഗോത്രപരമായ അതിൻ്റെ സത്വത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന വലിയൊരു പിന്നീട് അതൊരു എന്താ പറയുക വലിയൊരു പൊട്ടിത്തെറിയുടെ ലെവലിലേക്ക് വരുന്ന ഒരു വ്യക്തിത്വം, അതിൻ്റെ വംശീയമായ അതിൻ്റെ എല്ലാ ശക്തിയും ജാനുവിന് ആവാഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു സാധ്യതയായിട്ട്. അത് ആത്മകഥയിൽ അത് നന്നായി രചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജാനു ഇപ്പോൾ ഏതെല്ലാം ലോകത്ത് പോയാലും ഏതെല്ലാം ഇതുപോലുള്ള സർക്കിൾസിലെല്ലാം തന്നെ ഒരുപാട് സഞ്ചരിക്കുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണല്ലോ ജാനു. അതേപോലെ തന്നെ ഈ സാധാരണഗതിയിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദിവാസികളാണെങ്കിലും ദളിതരാണെങ്കിലും മറ്റേത് വിഭാഗങ്ങളാണെങ്കിലും ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു സത്വത്തിലേക്ക് പോകുന്നത് വഴി പലപ്പോഴും ആ കമ്മ്യൂണിറ്റിയുടെ സത്വത്തിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല, അതൊരു ഐഡൻറ്റിറ്റിയുടെ വേറൊരു തരം എക്സ്പ്രഷനായിട്ട് മാറാറുണ്ട്. ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ളൊരു വംശീയതയിലേക്ക് മാറുകയോ അതിന് മതപരമായ ഒരു പരിവേഷം ഈ കാലഘട്ടത്തിൽ മാർക്കറ്റബിൾ കൂടിയാണ്. പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചൊന്നുകൂടി ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സെക്യുലർ പ്രതലമെല്ലാം വിട്ട് ജാതിയുടെ ഒരു ബോധത്തിലോ അതിനെ മതപരമായ സംഭവമായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്ന ഒരു ലെവലിലേക്കാണ് പലപ്പോഴും മാറപ്പെടാറുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹം അതിൻ്റെ ഒരു വെർട്ടിക്കൽ മോബിലിറ്റി അതിന് അങ്ങനെ മുന്നോട്ട് വളരാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യപ്പെടാറുള്ളത്. പക്ഷേ ജാനുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ആത്മകഥയിൽ പറയുന്നത് പോലെയും സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിലെല്ലാം തന്നെ ആ അർത്ഥത്തിൽ വളരെ കോഎക്സിസ്റ്റ് ചെയ്യുന്ന മറ്റെല്ലാ സാമൂഹിക വിഭാഗങ്ങളുമായിട്ടും മനുഷ്യരുമായും കോഎക്സിസ്റ്റ് ചെയ്യുന്ന സഹവർത്തിത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. നമുക്ക് വേണമെങ്കിൽ സെക്യുലർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു രീതിയിലാണ് പിൽക്കാലത്തെല്ലാം ഇപ്പോഴും സഞ്ചരിച്ച് ഇപ്പോഴും ജാനു ഒരു BJP രാഷ്ട്രീയ മുന്നണിയിലൊക്കെ ആണെങ്കിലും അന്തസ്സത്തയിൽ ജാനു അതൊന്നുമല്ല എന്നെനിക്ക് തോന്നുന്നു. അന്തസ്സത്തയിൽ ജാനുവിൻ്റെ ഒരു ഗോത്രസത്വത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സെക്യുലർ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലിപ്പം നമുക്കറിയാം ഒരുപാട് ഗോത്രവർഗ വിഭാഗങ്ങളുണ്ട്, ഇന്ത്യയിലുണ്ട്. കേരളത്തിൻ്റെ ഒരു കോൺടക്സ്റ്റിൽ 10-40ഓളം പേരുണ്ട്. ഏറ്റവും എൻപവേർഡ് കമ്മ്യൂണിറ്റികൾ മലയേരിയരുണ്ട്, മറ്റേ കുറുമരുണ്ട്, കുറിച്യരുണ്ട്. ഇവരെപ്പോഴും പലപ്പോഴും അവരുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധയിലെത്താറ്. അവർ അതർവൈസ് എൻപവേർഡാണ്, കൃഷിഭൂമിയുള്ളവരാണ്, ഒരു 2 ജനറേഷനെങ്കിലുമായിട്ടും എഡ്യൂക്കേഷനിലേക്ക് വന്നവരാണ്. അവരാണ് പട്ടികവർഗ വിഭാഗങ്ങളുടെ ജോലിയെല്ലാം തന്നെ അവസരങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്യുന്നത്. ഞാൻ ആ പദം ഉപയോഗിക്കുന്നതിൽ തെറ്റിദ്ധരിക്കേണ്ട. എന്തായാലും അങ്ങനെ അവരെല്ലാം ഒരു ഹിന്ദുത്വത്തിൻ്റെ ഫോൾഡിലേക്ക് നേരത്തെ തന്നെ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. 2001 കാലഘട്ടത്തിൽ ഇതെല്ലാം തന്നെ VHP ഒക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഗ്രൂപ്പുകളായിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് പലപ്പോഴും അവർ ബിഹേവ് ചെയ്യാറ്. അവരുടെ വീട്ടുപടിക്കലും തന്നെ അടിയരെയും പണിയരെയൊന്നും കയറ്റില്ലായിരുന്നു. ഇപ്പോഴും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും മനോഭാവപരമായി അവരവിടെ തന്നെയാണ് നിൽക്കുന്നത്. പലപ്പോഴും നമ്മളിപ്പം കേരള ചരിത്രത്തിൽ ട്രൈബൽ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുമ്പോഴും കുറിച്യരുടെ കലാപത്തെക്കുറിച്ചൊക്കെയാണല്ലോ പറയാം. ഈ വിഭാഗങ്ങളുടെ ചരിത്രത്തെ ഈ രേഖപ്പെടുത്തുക മാത്രമല്ല സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അതിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ജാനുവിൻ്റെ മൂവ്മെൻ്റ് ആണെന്നുള്ളത് മാത്രമല്ല ഈ ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അല്ലെങ്കിൽ പണിയെ അടിയ കാട്ടുനയിക്ക പോലുള്ള ഒരർത്ഥത്തിൽ ഈ പറയുന്ന മറ്റൊരർത്ഥത്തിലുള്ള സെർഫ്ഡമിന് വിധേയമായ അടിമത്തത്തിന് ജിൻമിത്തത്തിൻ്റെയും മറ്റൊക്കെ വേറൊരു കൊളോണിയൽ ഒപ്രഷൻ പിൽക്കാലത്ത് ഭരണകൂടങ്ങളുടെ കുടിയേറ്റക്കാരുടെ എല്ലാം തന്നെ ഒരു മർദ്ദനത്തിനും സബ്ജുഗേഷനും വിധേയമായ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളർന്നു വരികയും അത് വളരെ സെക്യുലറായി എല്ലാവരുടെ ആവശ്യത്തിന് വേണ്ടി പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെ ആവശ്യത്തിനെങ്കിൽ ആദിവാസിത്വം അല്ലെങ്കിൽ ആദിവാസി സത്വം എന്ന് പറയുന്നൊരു കോമൺ ഐഡൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ കോമൺ ദേശീയതയുടെ ഒരു രാഷ്ട്രീയമായി അതിനെ ജാനുവിന് വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ജാനു ഒരു അടിയ കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ട്രേറ്റ്, ജാനുവിൻ്റെ ഗോത്ര ഭാഷ, ജാനുവിൻ്റെ ആചാരരീതികൾ ഇതിനെല്ലാം തന്നെ ജാനു ഒപ്പം കൊണ്ടുപോവുകയും ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബുക്കിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യതയും ശേഷിയും അതിൻ്റെ കണ്ടൻറ്റിലുള്ള വലിയൊരു പൊട്ടൻഷ്യൽ അതിൻ്റെ ഒരു വംശീയ ചരിത്രമാണെന്നുള്ളത് മാത്രമല്ല അത് അവർ തന്നെ പറയുന്നു. അത് പറയുമ്പോൾ മറ്റുള്ളവരോടുള്ള സൗഹൃദത്വവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കോഎക്സിസ്റ്റൻസിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നോ സെക്യുലർ രാഷ്ട്രീയത്തിൽ നിന്നാണ് ഞാനത് രചിക്കുന്നത്. അതല്ലാതെ എൻ്റെ വംശത്തിൻ്റെ ചരിത്രം എല്ലാവരും ഇതിനെ മിസ്റ്റിഫൈ ചെയ്യുമല്ലോ. അപ്പോൾ ഈ ജാതി ചരിത്രം പലരും എടുത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് മിസ്റ്റിഫൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഭയങ്കരമായി പിൽക്കാലം ഞങ്ങൾ ചില ഹിന്ദുക്കൾ പല ജാതികളും ബ്രാഹ്മണൻ്റെ ഹിസ്റ്ററിയിലേക്ക് വരെ പോകും. അവരുടെ മക്കളാണെന്നൊക്കെയാണല്ലോ സ്ഥാപിക്കുക.
അങ്ങനെ ഫോൾസിഫൈ ചെയ്യും, അതിനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ചില ഉപാധികൾ അവർ കണ്ടെത്തും. ഇതങ്ങനെയല്ല എന്നുള്ളത് മാത്രമല്ല, തൻ്റേതായിട്ടുള്ളൊരിടത്തിൽ നിന്ന് അതിനെ അനലൈസ് ചെയ്ത് അതിനെ സത്യസന്ധമായി പോകുന്നുകൊണ്ടാണ് അവർക്ക് കഴിയുന്നത്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ പല സാമുദായിക ചരിത്രവും ഈ പറയുന്ന തെറ്റായി വ്യാഖ്യാനിച്ച് അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളെല്ലാം ചെയ്തിട്ടുണ്ട്. പലരുടെയും ക്രൈസ്തവ ഫാമിലി ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാം. വലിയ വലിയ ക്രൈസ്തവ കുടുംബങ്ങളുടെയൊക്കെ ഫാമിലി ചരിത്രത്തിൽ അവസാനം ഇവർ പലതും ബ്രാഹ്മണൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഉദാഹരണത്തിന് കൂട്ടുകാരൻ ഫാമിലിയുടെ ഒരു ഹിസ്റ്ററി ഞാൻ യാദൃശ്യമായിട്ട് പെട്ടിരുന്നു. അവരൊക്കെ ആ ഒറിജിനാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ തന്നെ സ്വന്തം ചരിത്രത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ അകപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ കാണിക്കാരുടെ ഒരു സമുദായ ചരിത്രമുണ്ട്. അവരൊക്കെ ഇങ്ങനെ അബദ്ധത്തിൽ ട്രാക്ക് തെറ്റിയിട്ട് മറ്റു പല തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ദ്രവീഡിയൻ ചരിത്രത്തിൻ്റെ പിന്മുറക്കാരാണെന്നൊക്കെ പറയുന്ന തരത്തിൽ എത്തുന്നത് യഥാർത്ഥത്തിൽ അവരുടെ റൂട്ടിലേക്ക് പോകാത്തതുകൊണ്ടാണ്. യഥാർത്ഥ റൂട്ടിലേക്ക് പോകുകയാണ് എങ്കിൽ അവർക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഡെപ്ത് ജാനുവിൻ്റെ ആത്മകഥ സാധനത്തിനുണ്ട്. അത് കേവലം ഒരു ജാനു എഴുതി ഉണ്ടാക്കുന്നൊരു കഥയല്ലല്ലോ. അത് ഒരു ചെറിയ കുട്ടി എന്നുള്ള നിലയിൽ സമൂഹത്തെ നിരീക്ഷിക്കുകയും അത് കൗമാര കാലഘട്ടത്തിൽ കുറച്ചുകൂടി ലോകത്തെ തിരിച്ചറിയുന്നൊരു ഘട്ടത്തിൽ ആ അനുഭവം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയും തൻ്റെ യുവത്വത്തിൻ്റെ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളൊരു ബോധത്തിലെത്തുകയും ആ സ്ട്രഗിളിനെ കുറച്ചുകൂടി പക്വതയുള്ള ഒരു ഘട്ടമെത്തുമ്പോഴത്തേക്കും ഒരു 10, 24, 30 വയസ്സിൻ്റെ ഇടക്കാലഘട്ടത്തിൽ തന്നെ ജാനു ചെയ്യേണ്ട സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഒരു മേജർ ഏരിയ ചെയ്തു തീർത്തിരുന്നു എന്നുള്ളതാണ് വസ്തുത. ജാനിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ആണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ ചെയ്യേണ്ടതിൻ്റെ വലിയൊരു ഭാഗം ആ അർത്ഥത്തിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഭൂമിയുടെ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിനെ ഈ മണ്ണിൽ ജനിച്ചു വീണത് കൊണ്ട് ജീവിക്കാനുള്ള മൗലികമായ അവകാശമാണെന്ന് കണ്ടെത്തുന്നിടത്താണത്. കുറേ ഭൂമി വെട്ടിപ്പിടിച്ച് സമ്പാദിക്കുക എന്നുള്ളതല്ലല്ലോ അത്. ഞാൻ ഈ മണ്ണിൽ ജനിച്ചു വീണത് കൊണ്ട് എനിക്ക് മണ്ണിൽ ജീവിക്കാനുള്ള മൗലികമായ അവകാശമുണ്ട്. എനിക്ക് ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങളെല്ലാം തന്നെ എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ ആർക്കും അധികാരമില്ല എന്ന് പറയുന്നൊരു ഉത്ബോധത്തിൽ നിന്നാണ് അത് വരുന്നത്. ആ ഒരു ഉത്ബോധം ജാനുവിൻ്റെ ചെറുപ്പം മുതൽ അത് കൗമാരം, പിന്നീട് ഗോത്രവർഗ വിഭാഗങ്ങൾ, അങ്ങനെ കുടുംബം എന്നൊക്കെ പറയുന്ന തരത്തിൽ വലിയ ഒരു സ്ട്രക്ചർ അതിന് ഇല്ല. ജാനുവിൻ്റെ തന്നെ ഇതിൽ പറയുന്ന പോലെ അമ്മ വഴിയുള്ള ഒരു ഫാമിലി. അതിപ്പോൾ ഞാനൊക്കെ ജനിച്ചു വളർന്ന ദളിത് പശ്ചാത്തലം അത് തന്നെയാണ്. അമ്മ വഴിയുള്ള മെട്രിലീനി സംഭവമാണുള്ളത്. അപ്പോൾ എങ്കിലും അച്ഛനുമായിട്ടുള്ള കലാപത്തിൻ്റെ അല്ലെങ്കിൽ സംഘർഷങ്ങളുടെ ഒരു സാധനം പറയുന്നുണ്ട് ജാനു. അതിനൽപ്പോൾ ഒരു കൂടുതൽ പോലെയൊക്കെ തോന്നിയേക്കാമെങ്കിലും അതതിനകത്തൊരു ഹേതു മാത്രമാണ്. ഇപ്പം അച്ഛൻ അമ്മയെ നിരന്തരം അല്ലെങ്കിൽ കുടുംബങ്ങളെ ഉപേക്ഷിച്ച് ഒന്നിലേറെ വിവാഹം കഴിക്കുകയും അതൊരു നമ്മൾ പൊതുസമൂഹത്തിൽ കാണുന്ന തരത്തിലൊരു പാട്രിയാർക്കിയുടെ വിഷയമല്ല അത്. അതുകൊണ്ട് അത്തരത്തിലൊരു പാട്രിയാർക്കൽ മനുഷ്യനോട് കലാപം ചെയ്തിട്ട് ജാനു എത്തിച്ചേരുന്നൊരു ഉത്ബോധമല്ലത്. പക്ഷേ ജാനുവിന് എനിക്കറിയാവുന്നത് ഒരു ജാനുവുണ്ട്, കൃത്യമായും ഒരു നിലപാടെടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അത് വാശിയോടുകൂടി അത് പിന്തുടരുകയും ചെയ്യുന്ന രീതി ജാനുവിന് ഉണ്ടാവില്ല. അത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. അച്ഛൻ അമ്മയെ ഉപേക്ഷിക്കുന്നു, കുടുംബത്തെയും മക്കളെ ഉപേക്ഷിക്കുന്ന വഴി എത്തുന്ന ആ ഒരു അവബോധം, അല്ലെങ്കിൽ അതിനോട് പൊരുതി നിൽക്കാനുള്ളൊരു അവബോധവും ജാനൊരു പക്ഷേ ഈ കഴിഞ്ഞിരിക്കുന്നത് ഈ ആ സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ, ആ വർഗത്തിൻ്റെ ഒരു പശ്ചാത്തലമായതുകൊണ്ടായിരിക്കാം അതിനുള്ളൊരു ശേഷി കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് അതിൽ പുസ്തകത്തിൻ്റെ അദ്ദേഹത്തിൽ ഒരുപാട് ഇനിയും ഒന്നിലേറെ ഗ്രന്ഥങ്ങളോ പുസ്തകങ്ങളോ ആയി മാറേണ്ട കുറേയധികം ചരിത്ര സന്ദർഭങ്ങളുണ്ട്. ലാൻഡ് സ്ട്രഗിൾ ഹിസ്റ്ററിയുടെ തന്നെ വലിയൊരു ഏരിയ ഉണ്ട്. അതെല്ലാം ചെറിയൊരു അധ്യായങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. എങ്കിലും ഒരു വേണ്ടവണ്ണം അതിലകത്ത് കടന്നു വരാതിരുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്, ഞാനെൻ്റെ വ്യക്തിജീവിതത്തിൽ പലപ്പോഴും ഈ ആത്മകഥയാകുമ്പോഴും ഒരു ഞാനീ പറഞ്ഞല്ലോ ഒരു സോഷ്യോ ആന്ത്രോപോളജി നാരേറ്റീവായിട്ട് മാത്രം മാറിപ്പോകുന്നു എന്നുള്ള ഒരു സംഭവമുണ്ട്. ഒരു പക്ഷേ കുട്ടിക്കാലത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ് ഞാനെൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ ഒരു സാധനത്തിൽ കുറച്ച് മുളച്ച് നിൽക്കുന്നത്. അതിനേക്കാളേറെ ജാനുവിൻ്റെ ഒരു ഫെമിനിറ്റി എന്ന് പറയുന്നത് ആണ് ജാനുവിൻ്റെ ഒരു പവറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫെമിനിറ്റി മീൻസ് ജാനുവിൻ്റെ ഒരു സ്ത്രൈണ സാധ്യതയാണ് ജാനുവിൻ്റെ ശക്തിയായിട്ട് എപ്പോഴും തോന്നിയിരുന്നത്. സാധാരണ ഇപ്പോൾ ഒരു പക്ഷേ പിന്നീട് ജാനുവിന് ഈ ഗോത്രസഭ മൂവ്മെൻറ്റിലൊക്കെ തന്നെ ഒരു എവിടേക്കോ ഒരു ക്ലാഷ് പോലെ തോന്നുന്നത്. ഒരു മുത്തങ്ങ സമരം നടക്കുമ്പോഴത്തൊക്കെ തന്നെ
എൻ്റെ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ, ഇതൊന്നും ജാനുമായിട്ട് ഷെയർ ചെയ്യാത്ത ഒരു ചില കാര്യങ്ങളൊക്കെയാണ്. ജാനു ഈ സാധാരണ ഗോത്രസഭ മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആദിവാസി മൂപ്പന്മാരുടെയും ഗ്രാമസഭ കൗൺസിലിൻ്റെ ഒരു ഫോർമേഷനാണെന്ന് അറിയാമല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഓട്ടോണമിയെക്കുറിച്ച് പറഞ്ഞു, സ്വയംഭരണത്തെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ രാഷ്ട്രീയമായ അല്ലെ രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള ഘടനാപരമായ സാധനങ്ങളാണ്, അത് സ്ട്രക്ചറലായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു മെക്കാനിസത്തെ ബിൽഡപ്പ് ചെയ്യും. അതിൻ്റെ സാധ്യതയിൽ നിന്നല്ല ജാനു വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജാനുവിൻ്റെ ഒരു ഫെമിനൈൻ പവർ വെച്ചിട്ട് ജാനു ഒറ്റക്കാണ് പോകുന്നത്. ആ ഫെമിനൈൻ പവർ എന്ന് പറഞ്ഞാൽ ജാനുവിന് ഇന്നേറ്റായിട്ട് ഒരു ഡെപ്തിലുള്ള തൻ്റെ വ്യക്തി എന്നുള്ള നിലയിൽ ഒരു വലിയൊരു സംഭവമായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു ആവിഷ്കരണം എന്നുള്ള നിലയിൽ ആത്മകഥയിൽ അത് കാര്യമായിട്ട് വന്ന പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജാനുവിടെ വല്ലതും പറഞ്ഞു ജാനുവിന് കൂടുതലും പെൺകുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും നല്ല സൗഹൃദങ്ങളും ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻസും ഉണ്ടായിരുന്ന ധാരാളം കൂട്ടുകാരികളുടെ വലിയൊരു ഞാനൊക്കെ ഇപ്പം ഇങ്ങനെ ഭയങ്കര അസൂയോടുകൂടിയാണ് നോക്കുക. ഇതൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യല്ലോ. ഇവരുടെ കൂടെയൊക്കെ നടക്കുമ്പോഴും ഇവരുടെ ആക്ട് ചെയ്യുമ്പോഴും ഇവരുടെ കൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ ജാനുവിൻ്റെ ഏറ്റവും ഊഷ്മളമായ ബന്ധങ്ങളിലേറെയും ഈ പെണ്ണുങ്ങളാണ്, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ സ്ത്രീകളാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് വേറൊരു വശമുണ്ട്. നമ്മളിപ്പോൾ ഈ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ പലപ്പോഴും ജാനുവിൻ്റെ മൂവ്മെൻറ്റ്, കീഴാള മൂവ്മെൻറ്റ്, അയ്യങ്കാളി മൂവ്മെൻറ്റ് ഉൾപ്പെടെ അതിൻ്റെ ഒരു ഫെമിനൈൻ കണ്ടൻറ്റ് ഭയങ്കര പവറാണ്. ഫെമിനൈൻ കണ്ടൻറ്റ് അതിൻ്റെ പങ്കാളിത്തം കൊണ്ടും അതിൻ്റെ സംഘാടകത കൊണ്ടും. കാരണം ഗോത്രവർഗ വിഭാഗങ്ങളും ആദിവാസി വിഭാഗങ്ങളിലൊക്കെ തന്നെ ഈ ഭൂരാഹിത്യം അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും മണ്ണിൽ നിന്നും മാറ്റിയൊടിക്കപ്പെടുമ്പം അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള എക്സ്പീരിയൻസ് അനുഭവിക്കുന്നത് സ്ത്രീകളായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും അവരാണത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി പൊരുതുന്നത്. ഇപ്പം നർമ്മദാ ആന്തോളനിലും എവിടെ പോയാലും നമുക്ക് കാണാം. കോയിൽക്കാര മൂവ്മെൻറ്റിലാണെങ്കിലും സ്ത്രീകളാണ് അതിൻ്റെ വലിയൊരു ശക്തി സ്രോതസ്സായിട്ട് മാറാറ്. ഇപ്പോൾ ജാനുവിൻ്റെ മൂവ്മെൻറ്റും പണ്ടമ്പൂത്തി കൊളിക്കമ്പാളി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മൂവ്മെൻറ്റിലും ഒരു 10 പേര് ആക്ടിവിസ്റ്റുകളുണ്ടെങ്കിൽ 2 പേരൊക്കെയാണ് എൻ്റെ പുരുഷന്മാരുണ്ടാവുള്ളൂ. ഞാൻ ജാനുവിനെ പരിചയപ്പെടുന്ന കാലത്തും ജാനുവിൻ്റെ കൂട്ടുകൾ മുഴുവൻ തന്നെ സ്ത്രീകളായിരുന്നു. ഇനി അഥവാ വല്ല പുരുഷന്മാരുണ്ടായിരുന്നെങ്കിൽ തന്നെ അവരധികം കാലമൊന്നും ജാനുവിൻ്റെ കൂടെ നിൽക്കാറില്ല. എനിക്ക് തോന്നുന്നു ജാനുവിൻ്റെ ഒരു സഹപ്രവർത്തകരുടെ ഏതെങ്കിലും ഒരു പുരുഷൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ കുറക്കാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കാരണമെങ്കിലും ഡിസോഷിയേറ്റഡ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു ദ്വന്ദ്വത്തിൻ്റെ പേരിലും അല്ല, അങ്ങനെയല്ല ഉണ്ടായത്. അത് അതർവൈസ് ദർ ആർ സം അതർ റീസൺസ്. ഉദാഹരണത്തിന് അവരുടെ പൊളിറ്റിക്കൽ ബീങ്ങായി മാറാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ സ്പേസ് നേടിയെടുത്താണ്. പക്ഷേ ജാനുവിന് ഈ കാലഘട്ടത്തിലുടനീളം ഈ ഇത്തരത്തിലുള്ള ഒരു ഫെമിനൈൻ പവർ, അതുകൊണ്ട് തന്നെ ഫെമിനൈൻ കൂട്ടുകെട്ട്, ഫെമിനൈൻ മൂവ്മെൻറ്റ്, ജാനുവിൻ്റെ മൂവ്മെൻറ്റ് ഒരു ഫെമിനൈൻ മൂവ്മെൻറ്റ് ആ അർത്ഥത്തിൽ. അത് മുത്തങ്ങയിൽ പക്ഷേ ഈ ഒരു കുറച്ചുകൂടി കമ്മ്യൂണിറ്റിയുടെ അപ്രസിയേഷൻ ആയിട്ട് മാറുന്നതോടുകൂടി ഈ മറ്റു ജാനു മുമ്പ് നടത്തിയിരുന്ന സമരങ്ങളിൽ നിന്നെല്ലാം തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ലെവലിലേക്ക് കമ്മ്യൂണിറ്റി മാറുന്നുണ്ട്. ആ ഒരു ഒബ്സർവേഷൻ ജാനുവിൻ്റെ പുസ്തകത്തിൽ വന്നിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതാരും അങ്ങനെ പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്, അതിനിയും പഠിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതായത് അതുവരെയുള്ള മൂവ്മെൻറ്റുകൾ, ഇപ്പം ഞാൻ ജാനുവിനൊക്കെ ഒരു 90-95 ജാനുവിൻ്റെ മൂവ്മെൻറ്റൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം തിരുവനന്തപുരത്തേക്കുള്ള സത്യാഗ്രഹത്തിൽ നിന്നൊക്കെ സപ്പോർട്ടിനൊക്കെ ചെന്നിരുന്നൊരാളാണ്. 97-98 തിരുവോണപ്പുറം സമരം കഴിയുന്നതോടുകൂടിയാണ് ജാനുവിൻ്റെ ഒരു ക്ലോസ് അസോസിയേറ്റ് ആയിട്ടാണ് മാറുന്നത്. അതിനുശേഷം ഒരുപാട് സ്ട്രഗിൾസ്, ചെറിയ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും എല്ലാം വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളതാണ്. അതെല്ലാം സിസ്റ്റത്തെയൊക്കെ ഭയങ്കര പിടിച്ചു കുലുക്കുന്നതായിരുന്നു എന്നുള്ള പ്രശ്നം വേറെ. എല്ലാ സമരങ്ങളും ഈ വളരെ ഡീജനറേറ്റ് ചെയ്ത ഭരണകൂടത്തിൻ്റെ ഇമ്മോറാലിറ്റിയെ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ ശക്തമായി ചോദ്യം ചെയ്യുന്നതാണ് പലപ്പോഴും. പിന്നെ കുണ്ടലയിൽ കെട്ടിടമൊക്കെ ഇടിച്ചു പൊളിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ഒരു ക്രിമിനൽ ആക്ഷനൊന്നും അല്ല, നമ്മളൊന്നും അങ്ങനെ ഒരു ക്രിമിനൽ ആക്ഷൻ ചെയ്യുന്നവരല്ല. പക്ഷേ ആദിവാസിയുടെ ഭൂമിയിൽ മറ്റുള്ള ആളുകൾ കയ്യേറി ഒരു കെട്ടിടം പണിതാൽ അത് പൊളിച്ച കേസിലാണ് നമുക്കറിയാം. ആ രീതിയിൽ അസർട്ടീവ് അല്ല. അതുപോലെ തൂവപ്പതിയിലൊരു സമരം നടത്തിയപ്പോഴും ഞാനന്ന് പോയിരുന്നു. അന്ന് തമിഴ്നാട്ടിലാണത്. 10,000-ഓളം ആദിവാസികളുടെ ഏക്കർ ഭൂമി ഈ ആനക്കെട്ടിക്കപ്പുറം 600 ഏക്കർ ഭൂമി ഒരു സുവോളജിക്കൽ പാർക്കിന് വേണ്ടി വളച്ചെടുക്കുന്നതാണ് ഒരു കോർപ്പറേറ്റ് കമ്പനി. ഇന്നിപ്പോൾ ഏരിയ ഞാനിപ്പം അവിടെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അട്ടപ്പാടിയിലെ ഭൂമിയെ തട്ടിയെടുക്കുന്നതിൻ്റെ വലിയൊരു മേഖലയാണെന്നറിയാം. റിസോർട്ട് കമ്പനിയുടെ വലിയൊരു കേന്ദ്രം. അത്തരത്തിലുള്ള ചില ഭയങ്കര മിലിറ്റൻ്റ് എന്നൊക്കെ തോന്നിക്കുമെങ്കിലും ഈ മിലിറ്റൻസ് സംഭവമൊക്കെ വരുന്നത് വളരെ നിയമവിരുദ്ധമായി
ഭരണകൂടത്തിൻ്റെ ആശീർവാദത്തോടു കൂടി ചില ആളുകൾ കയറി കെട്ടിടക്ക് വെക്കുന്നുണ്ട്. അതൊക്കെ അടിച്ചു പൊളിച്ച് തന്നെ കളയാറ്. അതിൻ്റെ പേരിൽ തിരിച്ച് തല്ലക്കൊണ്ടിട്ടുണ്ടെങ്കിലും കേസൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല അതിൻ്റെ പേരിൽ. അപ്പോൾ പക്ഷേ ഇവിടെ എല്ലാം തന്നെ ഈ ഒരു ഫെമിനിറ്റിയുടെ വലിയൊരു ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം സ്ത്രീകളാണല്ലോ ഇപ്പോൾ ഉണ്ടാവാറ്. മുത്തങ്ങയുടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് അതിനകത്തൊരു വേറൊരു തരത്തിലുള്ള ഡിമാർക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. അതൊരു കമ്മ്യൂണിറ്റിയുടെ അപ്സർജായി മാറുന്നു, ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു റീഗെയിനിങ്, തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ പറയാം. അത് വയനാട്ടിൽ മാത്രമല്ല, ഏതാണ്ട് ഈ കുടിൽകെട്ടി സമരത്തിൻ്റെ ഒരു 40 ദിവസം കഴിയുന്നതിൻ്റെ ഇടയിൽ ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട പണിയ, അടിയ, കാട്ടുനായ്ക്ക, വേട്ടക്കുറുമ തുടങ്ങിയ വേടർ തുടങ്ങിയ വളരെ ഒപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെല്ലാം തന്നെ അവരുടെ ഒരു തിരിച്ചുവരവിൻ്റെ ആഘോഷമായിരുന്നത്. തിരിച്ചുവരവിൻ്റെ ആഘോഷം നമുക്കൊന്ന് കുടിൽകെട്ടിയ സമരത്തിൻ്റെ കാലത്ത് എവിടെയും കണ്ടറിവില്ലാത്ത ആളുകളൊക്കെ തന്നെ കുടിൽ കെട്ടാനുള്ള ഉപാധികളായിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നേക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് വേടരെയൊക്കെ കാണുന്നത് അങ്ങനെയാണ്. ഒരുപക്ഷെ ജാനുവായിരിക്കാം. അപ്പോൾ ഈ വിഭാഗത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഓർഗാനിസമായി ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ് ഗോത്രമഹാസഭ ചെയ്യുന്നത്. അതിനൊരു കമ്മ്യൂണിറ്റിക്ക് പറ്റിയ രീതിയിലുള്ള ഊരുകൂട്ടങ്ങൾ, ഗ്രാമസഭ, സഭയുടെ മൂപ്പന്മാരൊക്കെ വരും, അങ്ങനെയൊക്കെ ഉള്ളത്. ഗോത്രമഹാസഭ പോലുള്ളൊരു ഒരു 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 സോഷ്യോ പൊളിറ്റിക്കൽ അപ്പാരറ്റസ് എന്നുള്ള നിലയിൽ അതൊരു ഫെഡറേറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ടാണ് കണ്ടത്. ജാനുവാണ് അന്നും ഇന്നും അതിൻ്റെ അധ്യക്ഷ. അത് പിന്നെ അത് സമൂഹം എങ്ങനെയാണോ തിരിച്ചു വരുന്നത് അപ്പം മാത്രം സാധ്യമാവുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. എന്തായാലും അതിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് തുല്യമായ പങ്കാളിത്തക്കുള്ള നിലയിലാണ് സംഘടനാപരമായുള്ള വിഭാവനം ചെയ്തത്. അപ്പം പിന്നെ സ്വാഭാവികം ഈ ഒരു ഗ്രാമസഭാ പൊളിറ്റിക്സിൻ്റെ ഒരു ഗ്രാമസഭകളുടെ ഒരു മഹാകൂട്ടായ്മയുടെ ഒരു അപ്സർജായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചില കോൺട്രഡിക്ഷൻസ് അവിടെ വരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവും, ചെറുപ്പക്കാരുടെ വളരെ മിലിറ്റൻ്റായിട്ടുള്ള ഉത്ബോധം ഉണ്ടാകാം. മനസ്സിലായില്ലേ? പലത്തില്ല ഇത്തരത്തിൽ അതൊരു രാഷ്ട്രീയമായൊരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടമായിട്ടും എടുക്കുന്നതായിരിക്കും ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചില ഗ്യാപ്സ് അല്ലെങ്കിൽ ആ ലെവലിലേക്ക് വരുമ്പോൾ ജാനുവിൻ്റെ തന്നെ പിടിയുന്നത് പോവുകയാണ് ഒരർത്ഥത്തിൽ. ഞാനിനി ഈ പറയുന്നത് എൻ്റെ ഒരു അനുഭവം ഇങ്ങനെ പറയുന്നതുകൊണ്ട് എൻ്റെ ആത്മകഥ അങ്ങനെ വരുന്നതാണത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചില ഗ്യാപ്സ് കൂടി ഇനിയും അല്ലെങ്കിൽ അനാലിസിസ്, വിശകലനങ്ങൾ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനമൊക്കെ തന്നെ ഈ ആത്മകഥയുടെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നു. എന്തായാലും അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ജാനു പറഞ്ഞു വെക്കപ്പെടാത്തത് ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഫെമിനൈൻ എന്ന് പറയുന്നതിൻ്റെ ജാനുവിൻ്റെ ഒരു ആക്ടിവിറ്റിയുടെ ഒരു കാലഘട്ടത്തെ അതങ്ങനെ എത്രത്തോളം വിശദീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. ഒരുപക്ഷെ ജാനുവിൻ്റെ വ്യക്തിജീവിതത്തിലും ഒത്തിരി സൗഹൃദങ്ങൾ അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ബുക്ക് തന്നെ രചിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു തുടങ്ങി വെക്കുന്ന ഒരുപാട് കുറിപ്പ് ഉണ്ടാക്കുന്നതിൽ പെൺകുട്ടികളൊക്കെ ജാനുവിൻ്റെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്ന ഒരാളാണ് ജാനു. അപ്പോൾ മറ്റൊരു കാര്യം ഇതിൻ്റെ അതിൽ ഈ മുത്തങ്ങയുടെ കാര്യം പറയുന്നത് പല സമരങ്ങളെ കുറിച്ച് പറയുന്നതിലൊക്കെ തന്നെ വളരെ ഷോർട്ടായിട്ട് മാത്രമേ വിശദീകരിച്ചുള്ളൂ. അതൊക്കെ വലിയ നാരേറ്റീവിന് സാധ്യതയുള്ളതും വലിയ മേഖലകൾ പോകുന്നതും. കാരണം ആ സമരങ്ങളുടെയൊക്കെ ജാനുവിൻ്റെ മൂവ്മെൻ്റ് ഒരു ഘട്ടം ആദ്യം ഒരു ദശകം കഴിയുന്നതോടുകൂടി കേരളത്തിൽ ഈ സ്റ്റേറ്റുമായിട്ടുള്ള വലിയൊരു ഡയലോഗിൽ ഏർപ്പെടുന്നൊരു പലപ്പോഴും നമ്മളെയൊക്കെ തന്നെ മീഡിയകളിലൂടെയും മറ്റും ഭയങ്കര ഒരു തീവ്രവാദികളെന്നൊക്കെ ഉള്ള കുറേ നെറേറ്റീവ്സൊക്കെ മീഡിയകൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മുത്തങ്ങയുടെ സമയത്ത് തന്നെ ഭൂരിപക്ഷം മാധ്യമ വിശകലനങ്ങളും വന്നത് ഞങ്ങളൊക്കെ ഭയങ്കര കുഴപ്പക്കാരാണെന്ന് പറഞ്ഞ് മാധ്യമ ശ്രദ്ധ നേടപ്പെട്ട ഒരാളാണ് ഞാനൊക്കെ. മാധ്യമപ്രവർത്തകർ തന്നെ അങ്ങനെ വളരെ ബോധപൂർവം ചെയ്തിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി ആയിരിക്കാം. അപ്പോൾ പക്ഷേ അതിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ അന്ന് വേണ്ടവണ്ണം പരിഗണിക്കുക ഇന്നും അറിയപ്പെടാത്തത് സ്റ്റേറ്റിൻ്റെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറേ ഡയലോഗുകളും അവരുടെ രാഷ്ട്രീയ നയരൂപീകരണ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റ് ചെറുതല്ല. പ്ലാനിങ്ങിൽ ഈ ട്രൈബൽ പ്ലാനിങ്ങിൻ്റെ ഒരു പുതിയൊരു നാരേറ്റീവ് അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുവരെ എന്ന് വെച്ചാൽ കുറേ ഉദ്യോഗസ്ഥരെന്ത് ചെയ്യുന്നു, കുറേ ഫണ്ട് വകയിരുത്തുന്നു, അങ്ങനെയൊക്കെയാണ്. ഏതായാലും 2000-ന് ശേഷം കേരള സർക്കാരിൻ്റെ എന്തെല്ലാം തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റെപ്സ് ട്രൈബൽ ഇഷ്യൂസിൽ എടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ ഗോത്രമഹാസഭയും CK ജാനുവും ആദിവാസികളും ഒരു സ്റ്റേക്ക് ഹോൾഡറാണെന്നുള്ളത് മാത്രമല്ല, അതിലെ നിരവധി ഉത്തരവുകൾ, നിരവധി സർക്കുലറുകൾ ട്രൈബൽ സബ് പ്ലാനിൻ്റെ ഒരു പാർട്ടായി
നേരത്തെ തന്നെ TSP ഒക്കെ ഉണ്ട് എങ്കിലും, ഫോർ എക്സാമ്പിൾ 2001 കുടിയേറ്റ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആദിവാസി പുനരധിവാസ മിഷൻ ഒരു സാധനമുണ്ട്, TRDM. അതിന്ന് ട്രൈബൽ അഡ്മിനിസ്ട്രേഷൻ്റെ വലിയൊരു ഏരിയ ആണത്. 100 കോടി രൂപ എല്ലാ വർഷം വകയിരുത്തുന്നതും. പക്ഷെ അത് പിന്നീട് മാറി വന്ന ഇടതുപോലത് ഗവൺമെൻറ്റുകൾ അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ സംഭവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പരമായി ഊരുകൂട്ടങ്ങളെ സംബന്ധിച്ചുള്ള ഉത്തരവുകൾ, പഞ്ചായത്ത് രാജിൽ പിന്നീട് ട്രൈബൽ കമ്മ്യൂണിറ്റികൾക്കുള്ള പ്രത്യേക പ്രാതിനിധ്യത്തിൻ്റെ വിഷയം, ഭൂവിതരണത്തിൽ തന്നെ ആ പാക്കേജിനപ്പുറം ഇന്നൊന്നും തന്നെ വേറെ ആർക്കും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം ചെങ്ങറ, അരിപ്പ പോലുള്ള സമരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ജാനുവിൻ്റെ മൂവ്മെൻ്റ് എല്ലായ്പ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സെക്യുലർ മൂവ്മെൻ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. അല്ലാതെ സ്വന്തം ജാതിക്ക് വേണ്ടിയോ എവിടെയെങ്കിലും ഒരു 50 ഏക്കറിൽ സമരം ചെയ്യുന്ന അവർക്ക് പട്ടയം കിട്ടാൻ ഉണ്ടാക്കുന്ന പാക്കേജ് ഉണ്ടാക്കാനല്ല. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കരാറുകൾ ഉണ്ടാക്കുക, ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ ഡിസിഷൻസ് ഇടപെട്ടിട്ട് ഇപ്പോൾ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, എല്ലാവർക്കും ലാൻഡ് കിട്ടുക. അവിടെ 2001 കുടിയേറ്റ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഗ്രിമെൻറ്റ് മുഴുവൻ ഭൂരഹിതരായുള്ള ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാനാണ്. ഇവിടുത്തെ മലയരോ കാണിക്കാരോ അല്ലെങ്കിൽ കുറിച്ചൊരാരും തന്നെ ട്രൈബൽ ഓട്ടോണമി വേണമെന്ന് ഇന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പെസാ നിയമം വേണമെന്നും പെസാ നിയമത്തിന് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കണമെന്നും പറഞ്ഞിരിക്കുന്നത് ഈ ഡൗൺ ട്രോഡൻ കമ്മ്യൂണിറ്റി എന്നുള്ള ജാനുവാണ്. അതുമാത്രമല്ല, അത് രാഷ്ട്രീയ ഭരണ നയത്തിൻ്റെ പാർട്ടായി മാറുകയും 2001 തന്നെ അവരത് ആക്സെപ്റ്റ് ചെയ്തു. അന്ന് കുട്ടപ്പനായിരുന്നല്ലോ മന്ത്രി. പക്ഷെ അവരൊരു വേണ്ടവണ്ണം അത് കേന്ദ്ര സർക്കാരിന് കൊടുക്കാത്തത് കൊണ്ട് അതൊരു തീരുമാനമാവാതെ അവർ റിട്ടേൺ ചെയ്തു. പിന്നെ 2014 ഇത് വീണ്ടും നമ്മളൊരു വേറെ സ്റ്റെപ്പിലേക്ക് പോകുന്നത്, നിൽപ്പ് സമരം 6 മാസമുള്ള. അത് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം നീക്കിയൊരു കാര്യമായിരുന്നു. അത് അങ്ങോട്ട് 6 മാസമല്ല, നമുക്ക് ഒരു 10 കൊല്ലം വേണേൽ പോകാൻ പറ്റുന്നൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള ബോധ്യം വന്നപ്പോൾ തന്നെയാണ്. എന്തായാലും അന്ന് സമഗ്രമായിട്ടുള്ള ഒരു പൊസിഷൻ പേപ്പർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സുബ്രത വിശ്വാസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒരു ബംഗാളുകാരനാണ്. പുള്ളി വെൽവേഴ്സ്ഡ് ആയിരുന്നു. പുള്ളി ഒരുപാട് സുഹൃത്തുക്കൾ സെൻട്രൽ സെക്രട്ടറിയിലുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഭരണത്തിൽ നമുക്കന്ന് കുറച്ചൊരു ഇൻറോഡ്സ് ഉണ്ടായി. മേധയൊക്കെ വന്നു, അങ്ങനെ ഒരു ഡയലോഗ് നടത്തിക്കൊണ്ട് ഒരു ഗുണവും നമുക്ക് കിട്ടിയിരുന്നു. എന്തായാലും അത് സെൻട്രൽ ഗവൺമെൻറ്, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് എനിക്ക് തോന്നുന്നു. അതിനിപ്പോൾ തടസ്സം നിൽക്കുന്ന LDF ഗവൺമെൻറ്, അത് നമ്മൾ അങ്ങനെ തുറന്ന് പറയണ്ടേ. BJP ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ വസ്തുത. തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഇൻ പ്രിൻസിപ്പിൾ അവർ ആക്സെപ്റ്റ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ടുള്ള മാപ്പ് ചെയ്ത് പ്രപ്പോസ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതേ സംബന്ധിച്ച് പിന്നീട് 2 നാഷണൽ സെമിനാർ നടത്തി. ഒരു തദ്ദേശ സ്വയംഭരണപ്പാണല്ലോ ഇത്. അവർ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രപ്പോസൽ കൊടുത്ത് സെൻട്രൽ ഗവൺമെൻറ്റെയും സംസ്ഥാന ഗവൺമെൻറ്റെയും മുമ്പിൽ. കിർട്ടാർസ് കാര്യമായിട്ടും ചെയ്യുന്നില്ല. എന്തായാലും പെസാ പോലുള്ള അതിൻ്റെ വലിയൊരു ബ്രേക്ക് ത്രൂ കേരളത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് അത് മുന്നോട്ട് പോയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി മണ്ഡലങ്ങളിൽ ഇപ്പോൾ പലപ്പോഴും പല സ്പെഷ്യൽ ഗവൺമെൻറ്റും കുടിയേറ്റ സമരത്തിന് ശേഷമാണ് നടന്നിട്ടുള്ളത്. ഈവൻ ആ മേഖലയിൽ ഈ പഞ്ഞമാസത്തിൽ സൗജന്യ റേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് പിന്നീട് പിണറായി സർക്കാർ കിറ്റായിട്ട് മാറ്റിയല്ലോ. ഇതാദ്യം തുടങ്ങി വെക്കുന്ന പട്ടിണി മരണത്തിൻ്റെ ഒരു കോൺടെക്സ്റ്റിലാണ് തുടങ്ങി വെക്കുന്നത്, ജൂൺ ജൂലൈ മാസങ്ങളിലേത്. അത് പിന്നീട് കേരളത്തിലാരും പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പം PDS സിസ്റ്റത്തിൻ്റെയൊക്കെ രീതി മാറുന്നതുകൊണ്ട് വീണ്ടും പഴയ സിസ്റ്റത്തിലേക്ക് പോകാമാം. പക്ഷേ എന്നാലും ഇതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ നിന്നും പട്ടിണി മരണം നടക്കാത്തത്. ഇങ്ങനെ നിരവധി മേഖലകളിൽ ആ സമരങ്ങളിലൂടെ വലിയ ഇൻട്രോഡ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, നിരവധി ഉത്തരവുകൾ, അല്ല FRAയുടെ വനാവകാശ നിയമത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉള്ള വലിയ ഇൻട്രോഡ്സ് ആ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ നെഗറ്റീവിൽ കാര്യമായി വന്നിട്ടില്ല എന്നുള്ള ഒരു പോരായ്മ. അതൊരു പോരായ്മയായിട്ടല്ല ഞാൻ പറയുന്നത്, അതെല്ലാം പരാമർശിച്ചു പോകുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വലിയൊരു ചലനം ഇതിൻ്റെ ഉള്ളിൽ, സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് അത്രയും തന്നെ ഒരു സാധ്യതയെ ഗോത്രമഹാസഭയിലുള്ള വിവിധ കമ്മ്യൂണിറ്റികളും ദളിത് കമ്മ്യൂണിറ്റികളും തന്നെ വേണ്ടവണ്ണം മനസ്സിലാക്കിയോ എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഭൂമിയുടെ രാഷ്ട്രീയത്തെ ഇത്രത്തോളം പ്രോബ്ലമൈറ്റൈസ് ചെയ്ത ഒരു സമൂഹം ഇന്ത്യയിലുണ്ടാവില്ല എന്നെ. ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ കേരളം പോലുള്ള ഒരു പൂർണ്ണമായും കോളനികൾ എന്നാണ് പറയുക, കോളനൈസ് ചെയ്യപ്പെട്ട ലേബർ ക്യാമ്പുകളിലേക്ക് ഒതുക്കപ്പെട്ട ഒരു രാജ്യമാണ് കേരളം. നമുക്കിപ്പം ഛത്തീസ്ഗഡിലവിടെയൊക്കെ പോയാൽ അവർ ഇപ്പോഴും ഭൂമിയുടെ വിശാലമായ മണ്ഡലത്തിൽ നിന്ന് അങ്ങനെ പിഴുതെറിയപ്പെട്ടവരല്ല. കേരളത്തിൽ ഈ ജന്മിത്വവർഗത്തിൻ്റെ ഭരണവും പിൽക്കാലത്തുള്ള കൊളോണിയൽ സാധനവും സെയിം ഒരു ലേഗസി എന്ന് പിന്നീട് തുടങ്ങിയ ഇടതുവലത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൽ കേരളത്തിലെ ദളിതരും ആദിവാസികളും കോളനികളിലാപ്പെടുത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഭൂമിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം ഉന്നയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല.
പക്ഷേ അതിനെ പ്രോബ്ലമറ്റൈസ് ചെയ്യുകയും എല്ലാവർക്കും 5 ഏക്കർ എന്നൊക്കെ പറയുന്ന തരത്തിലെത്തിക്കുകയും അവിടെ പെസ പോലുള്ള ഒന്നിനെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണത്. ഇപ്പോൾ ഞാൻ ഈയിടെ ഹൈദരാബാദിലൊരു കോൺഫറൻസിന് പോയിരുന്നു. CR ബിജോയ് പോലുള്ള ആളൊക്കെ പങ്കെടുത്തൊരു സാധനമാണ്. അപ്പോൾ അവിടെ 11 സ്റ്റേറ്റുകളിൽ നിന്നാണ് ഈ പെസ നിയമം നടപ്പാക്കിയിട്ടുള്ളൂ ശരിക്കും. അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതിനിധാനമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ബാക്കി സ്റ്റേറ്റുകളിൽ നിന്ന് ഇപ്പോഴും ആയിട്ടില്ല, പെസ നടപ്പാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ കേരളത്തിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ വന്നത് കേരളത്തിൽ ഇത്തിരി ദുർബലമായ സാഹചര്യമുള്ളവരിടത്ത് നമ്മൾ പെസ ഒരു റിയാലിറ്റിയുടെ പകുതി എത്തിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ചില ഇൻറോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ. അത് ചെറുതല്ലാത്ത ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള നാരേറ്റീവ്സ് ഇനിയും വരേണ്ടതുണ്ട്. അതൊരു ജാനുവിൻ്റെ രചനകളിലൂടെ ആണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഗവേഷണം ചെയ്യുന്നവർക്കൊക്കെ അത് പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു.